ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9 നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം 9ഉം സോൾവ് ചെയ്യാം. ഇവിടെ റൈറ്റ് 3 നമ്പേഴ്സ് ഹൂസ് ഡെസിമൽ എക്സ്പാൻഷൻ ആർ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ്. അപ്പോൾ നമുക്കറിയാം നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഏത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ വേണമെങ്കിലും എഴുതാം. നോൺ റിക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒരിക്കലും അവസാനിക്കുന്നുമില്ല, അതിലൊരു റിപ്പീറ്റിംഗ് പാറ്റേണും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ 3 നമ്പേഴ്സ് അല്ലേ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 0.01000100001 അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ആയി പോകുന്ന പോലെ ഒരെണ്ണം എഴുതാം. ഇനി അടുത്തത് നമുക്ക് 2.0500005000005 അങ്ങനെ എഴുതാം. ഇനി വേറെ ഒന്നും കൂടെ എഴുതാം നമുക്ക്, നമ്മുടെ ഇഷ്ടം. ഇത് അവസാനിക്കാനും പാടില്ല, ഇവിടെ ഒരു പാറ്റേണും ഇല്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് 0.30333033330 ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. രസമുണ്ട് അല്ലേ അങ്ങനെ എഴുതി കൊടുക്കാനായിട്ട്. 3 നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് അത്രയും മതി അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find 3 different irrational numbers between the rational numbers 5/7 and 9/11. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 5/7ന്റെയും 9/11ന്റെയും ഇൻ ബിറ്റ്വീനിലുള്ള 3 ഇറേഷണൽ നമ്പേഴ്സ് നമ്മൾ എഴുതണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം 5/7ന്റെയും 9/11ന്റെയും ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്ത് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 7. 5ൽ 7 ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 0 എഴുതിയിട്ട് ഓരോ ഡെസിമൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുക്കാം. 50ൽ 7 ടൈംസ് 7 into 7 is 49. 50 minus 49 is 1. ഓരോ സീറോസ് കൊടുക്കാം. 10ൽ 7 1 ടൈം 1 into 7 is 7. 10 minus 7 is 3. ഓരോ സീറോയും കൂടെ കൊടുക്കാം. 30ൽ 7 4 ടൈംസ് 4 into 7 is 28. 30 minus 28 is 2. നമുക്ക് വീണ്ടും ഓരോ സീറോസ് കൊടുക്കാം. 20ൽ 7 2 ടൈംസ് 2 into 7 is 14. 20 minus 14 is 6. ഓരോ സീറോ കൂടെ കൊടുക്കാം. 60ൽ 7 8 ടൈംസ് 8 into 7 is 56. 60 minus 56 is 4. ഓരോ സീറോ കൂടെ കൊടുക്കാം നമുക്ക്. 40ൽ 7 5 ടൈംസ് 5 into 7 is 35. 40 minus 35 is 5. ഓരോ സീറോ കൂടെ കൊടുക്കാം. 50ൽ 7 ടൈംസ് 7 into 7 is 49. 50 minus 49 is 1. വീണ്ടും നമുക്കൊരു സീറോ കൂടെ കൊടുക്കാം. 10ൽ 7 1 ടൈം 1 into 7 is 7. 10 minus 7 is 3. ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 1 വന്നു, 1നെ 10 ആക്കി, പിന്നെ 7 ആയി, 30 ആയി, അങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. 5/7ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇവിടെ എഴുതാം. 0.714285. ഒരു ബാർ കൊടുക്കാം. കാരണം എന്താ, അത് കഴിഞ്ഞാൽ പിന്നെ 714285 അതിങ്ങനെ റിപ്പീറ്റ് ആയി പോകുന്നുണ്ട്. ഇനി നമുക്ക് 9/11ന്റെയും ഡെസിമൽ എക്സ്പാൻഷൻ നോക്കാം. 9/11. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസിമൽസ് കൊടുക്കാം. 90ൽ 11 8 ടൈംസ് 8 into 11 is 88. 90 minus 88 is 2. സീറോസ് കൊടുക്കാം. 20ൽ 11 1 ടൈം 1 into 11 is 11. 20 minus 11 is 9. സീറോസ് കൊടുക്കാം. 90ൽ 11 8 ടൈംസ് 8 into 11 is 88. 90 minus 88 is 2. അങ്ങനെ ഇത് വീണ്ടും റിപ്പീറ്റ് ആവാൻ തുടങ്ങുകയാണ്. 20ൽ 11 1 ടൈം 1 into 11 is 11. 20 minus 11 is 9. കണ്ടില്ലേ, റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9/11ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ 0.81 എന്ന് എഴുതിയിട്ട് ബാർ കൊടുത്താൽ മതി. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താ, 5/7ന്റെയും 9/11ന്റെയും ഇൻ ബിറ്റ്വീനിലുള്ള 3 ഡിഫറെൻറ്റ് ഇറേഷണൽ നമ്പേഴ്സ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഇവിടെ നോക്കൂ, 0.714285 അങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു. ഇവിടെ 0.81 തുടങ്ങിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു. നമുക്ക് ഈ 0.71ഉം
പിന്നെ 0.81 എടുക്കാം. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന 3 ഡിഫറെൻറ്റ് ഇറേഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാം. 0.71 മുതൽ 0.81 വരെ എത്ര ഇറേഷണൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഇറേഷണൽ നമ്പർ എങ്ങനെ എഴുതാം? 0.720720072000 അങ്ങനെ കണ്ടിന്യൂ ആയി പോകാം. അടുത്തതോ നമുക്ക് 0.7300730000 അങ്ങനെ പോവാം അല്ലേ. 73000 അങ്ങനെ പോവാം. നമുക്കിതിനകത്ത് 0.7 കഴിഞ്ഞിട്ട് 0.8 ആകുന്ന വരെയുള്ള എത്ര റേഷണൽ നമ്പേഴ്സ് വേണമെങ്കിലും എഴുതാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കുക. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് രണ്ടിനും ഇടയിലാണോ ഈ നമ്പേഴ്സ്, അത്രേ നോക്കാനുള്ളൂ. അടുത്തത് നമുക്ക് എഴുതാം 0.77007700 അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം അല്ലേ. നമ്മുടെ അടുത്ത് 3 നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ 3 നമ്പേഴ്സ് എഴുതി കൊടുത്തു. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ ചെയ്തതെന്ന്? അപ്പോൾ ഞാൻ വീണ്ടും പറയണം, നമുക്ക് 0.71ൻ്റെയും 0.81ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ എത്ര വേണമെങ്കിലും ഇറേഷണൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഇറേഷണൽ നമ്പേഴ്സ് ഒക്കെ എടുക്കാം. ആകെ ഒരു കണ്ടീഷൻ, ഇത് 0.71ൻ്റെയും 0.81ൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ളതായിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ 9, ഇത് ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റേഷണൽ ഓർ ഇറേഷണൽ. അപ്പോൾ റേഷണൽ നമ്പറും ഇറേഷണൽ നമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾക്കറിയാലോ. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ഡെസിമൽ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇറേഷണൽ ആയിരിക്കും. റൂട്ടിനകത്ത് വരുന്ന നമ്പേഴ്സ് കംപ്ലീറ്റ് റൂട്ട് അല്ലെങ്കിൽ അതും ഇറേഷണൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ √23 റൂട്ടിനകത്താണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 23 എന്ന നമ്പർ ഏതെങ്കിലും നമ്പറിൻ്റെ കംപ്ലീറ്റ് റൂട്ടാണോ എന്ന് നോക്കാം. അതായത് ഏതെങ്കിലും നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറോ പെർഫെക്റ്റ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ √4 എന്നൊക്കെയാണ് എഴുതിയതെങ്കിൽ √4 അത് √2 × 2 ആണ്. അപ്പോൾ അതായത് 2 തന്നെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് √23 എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് √23 ഈസ് എൻ ഇറേഷണൽ നമ്പർ. അടുത്തത് നോക്കാം നമുക്ക്. √225 എന്ന് വെച്ചാൽ നമുക്ക് √15 × 15 എന്ന് എഴുതാം. 15 × 15 225 ആണ്. അപ്പോൾ ഈ നമ്പർ എന്തായി മാറും? 15 എന്നായി മാറും അല്ലേ. അപ്പോൾ √25 15 എന്നായി മാറി. അപ്പോൾ നമുക്ക് ഇതിനെ റേഷണൽ നമ്പർ എന്ന് പറയാം അല്ലേ. റേഷണൽ അല്ലല്ലോ. 0.3796. ഇവിടെ നമുക്ക് ഡോട്ട്സ് ഒന്നുമില്ല, അപ്പോൾ ഇത് കണ്ടിന്യൂ ആയി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഒരു റേഷണൽ നമ്പർ ആണെന്ന് പറയാം. ഇറേഷണൽ ആണെങ്കിൽ നോൺ റിക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതിവിടെ ടെർമിനേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് റേഷണൽ നമ്പർ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7.478478. ഇവിടെ നമുക്ക് കാണാം ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, കണ്ടിന്യൂ ആയി പോകുന്നുണ്ട് എന്നതിനാണ് ഈ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കൂ 478 അതിങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 7.478 ബാർ. അപ്പോൾ ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് ആണെങ്കിൽ ഇത് ഇറേഷണൽ ആയേനെ. പക്ഷേ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ നോൺ റിക്കറിങ് അല്ല. അപ്പോൾ ഈ നമ്പർ റേഷണൽ ആണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 1.101001 0001 അങ്ങനെ ഇത് കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതിന് അങ്ങനെ ഒരു പെർഫെക്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേൺ ഇല്ല. അപ്പോൾ ഇത് നോൺ റിക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഇത് എന്താണ്? ഇറേഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ ഇറേഷണൽ എന്ന് എഴുതാം. അപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഒരു എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.